അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ബിസിനസ് കാര്യത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള ആളുകളിൽ നിന്ന് വലിയൊരു സംഖ്യ കടം വാങ്ങുകയോ അല്ലെങ്കിൽ വലിയൊരു സംഖ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ സ്വർണങ്ങൾ പണയത്തിന് വെക്കുകയോ ചെയ്തിട്ടുണ്ടാകാം ഇല്ലേ? നമ്മുടെ അന്നരത്തെ സാഹചര്യത്തിലാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അന്നരത്തെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ട് പോലും, ഇതൊരു വലിയ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഈ ഹറാമായ കാര്യം അവർ നമ്മളങ്ങ് ചെയ്തു പോകുന്നു. ഇങ്ങനെ ചെയ്യുന്നവര് പിന്നീടാണ് ഇതിന്റെയൊക്കെ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ അവർ ഓർക്കാത്തൊരു കാര്യമുണ്ട്. എന്ത് കാര്യങ്ങൾ പലിശ കൊണ്ട് ചെയ്താലും അതിന് ഒരിക്കലും ബർക്കത്തുണ്ടാകയില്ല. അതിപ്പോ വീട് പണിയായാലും ബിസിനസ് ആയാലും മക്കളുടെ വിവാഹമാണെങ്കിലും ആ കാര്യത്തിൽ ഒരിക്കലും അതിലുള്ള ബർക്കത്ത് പോലും നഷ്ടപ്പെടും. റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടം കുറയുകയും അവിടെ നിന്ന് നമുക്ക് നൽകാനിരിക്കുന്ന എന്ത് അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. ഈ ലോൺ എടുക്കുന്ന മിക്ക വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയുമോ? ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയൊരു ഭാഗവും പലിശയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു, അല്ലേ? ഇന്ന് പല വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. ഓരോ മാസവും വീട്ടിലുള്ള ചിലവിനുള്ള പണം തികയാതെ പോലും വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്ന് വീണ്ടും പണം കടം വാങ്ങേണ്ട സാഹചര്യം വരികയും ചെയ്യുന്നു. ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാം ഇതോടെ നഷ്ടപ്പെടുന്നു. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല, ഇല്ലേ? നമ്മൾ പലരും പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്തി അതിൽ നിന്ന് പിന്മാറി അത് ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുന്നവരാണ് ഇരു ലോകത്തെയും വിജയികൾ. പലിശയ്ക്ക് പണം വാങ്ങിയവർ ആദ്യം ചെയ്യേണ്ടതാണ് തൗബ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മു ചൊല്ലിയാൽ നമ്മുടെ ഏത് കടവും, എത്ര വലിയ കടം വീടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. യാ ബർറു യാ അല്ല, യാ ബർറു യാ അല്ല. ഗുണം ചെയ്യുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ എന്നിങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇത് സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 700 വട്ടം ചെല്ലുക. ഗുണം ചെയ്യുന്നവനെ, ഉപകാരം ചെയ്യുന്നവനെ എന്ന് മനസ്സിൽ തട്ടി വിളിച്ചാൽ അവന് റബ്ബിന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകും. അവന് റബ്ബിന്റെ സഹായം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അവന്റെ ജീവിതത്തിൽ എല്ലാവിധ ഗുണങ്ങളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും നൽകും. അവന് നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അവന് ജനങ്ങൾക്കിടയിൽ ഇഷ്ടവും സ്വാധീനവും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഇരു ലോകത്തും ഗുണം ചെയ്യുന്നവനുമായ, ഉപകാരം നൽകുന്നവനുമായ അള്ളാഹുവിന്റെ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.